ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു വീട് പണിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഭാവിയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും വാട്ടർ പ്രൂഫിങ്. വാട്ടർ പ്രൂഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വീടിനകത്തേക്ക് കടക്കാതെ പരമാവധി തടയാനുള്ള ഒരു കാര്യത്തിനാണ് വാട്ടർ പ്രൂഫിങ് എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് വീട് പണിയുന്ന സമയത്ത് തന്നെ വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാം. അത് DPC എന്ന് പറയും. DPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കൽ ടൈമാണ്. ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് പറയുന്നത്. ഡാം പ്രൂഫ് ആയിട്ടുള്ള കോട്ടിങ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഡാം പ്രൂഫ് കോഴ്സ് നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോക്സി ടൈപ്പ് മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ്. അത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ വീടിന്റെ തറപ്പണി കഴിഞ്ഞിട്ട് അതിനൊരു ബെൽറ്റ് വർക്കില്ല, നമ്മളൊരു ബെൽറ്റ്, ആ ബെൽറ്റിന്റെ മുകളിലേക്ക് ഈ മുകളിൽ കാണുന്ന പോലെ നമ്മൾ DPC എല്ലാ പെയിന്റ് കടയിലും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഡാം പ്രൂഫിന്റെ കോട്ടിങ് എന്ന് പറഞ്ഞാൽ കുറേ കമ്പനികളുണ്ട്. മെയിൻ ഡോക്ടർ ഫിക്സിറ്റ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ബെർജറിന്റെ എല്ലാ പെയിന്റ് കമ്പനികൾക്കും DPC കോട്ടിങ് ഉണ്ട്. അതിനായിട്ട് അതിൻ്റെ വാട്ടർ ബേസിലുള്ളത് മതി. വാട്ടർ ബേസ് പക്ഷേ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റിനൊക്കെ ഒരു 20 ലിറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മതിയാവും. അപ്പോൾ അത് കോട്ടിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമ്മൾ പണി കഴിഞ്ഞിട്ട് ചില വീടുകൾ കാണാം അടിയിൽ നിന്ന് വെള്ളം വലിച്ചിട്ട് ചുമരിലേക്കൊക്കെ കയറുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു നന്നായിട്ട് തടയാനായിട്ട് ഈ DPC ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ബാത്റൂമുകൾ ചെറിയ കാര്യമാണ്, പലരും വിട്ടുപോകുന്ന കാര്യമാണ്. അത് കാരണമാണ് പറയുന്നത്. ബാത്റൂമുകളിൽ നമുക്കൊരു ഇതേപോലെ തന്നെ ഒരു വാട്ടർ പ്രൂഫിങ്ങിന്റെ കോട്ടിങ് കൊടുക്കാം ടൈലിന് മുമ്പായിട്ട്. അപ്പം അതും ഇതേപോലെ തന്നെ ഈ സെയിം വാട്ടർ പ്രൂഫിങ്ങിന്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെയിന്റ് കടയിലും അവൈലബിൾ ആണ്. അത് കിട്ടും. നമുക്കതൊരു അപ്ലൈ ചെയ്യേണ്ടത് 2 കോട്ടായിട്ട് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് കോട്ട് അങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്യാൻ ചെയ്യണമെങ്കിൽ സെക്കൻഡ് കോട്ട് ഹൊറിസോണ്ടലായിട്ട് ചെയ്യാം. ഫസ്റ്റ് കോട്ട് അടിച്ച് ഫുൾ ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് ബാത്റൂമുകളിലേക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ മൂന്നാമത്തെ കാര്യം, നമുക്ക് വീടിന്റെ റൂഫ് ടോപ്പിലും ഇതുപോലെ DPC നമുക്ക് കോമ്പൗണ്ട് അവൈലബിൾ ആണ്, കിട്ടും. അപ്പോൾ അതും ഈ റൂഫ് ടോപ്പിൽ നമ്മൾ പരിക്കനിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കോമ്പൗണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വാട്ടർ ലീക്കേജിന് നല്ല, അതായത് ഈ 3 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പിന്നെ ഒരു വാട്ടറിന്റെ പ്രശ്നം സാധാരണ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നെ താഴെ ഇനിയിപ്പോൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൺസൾട്ടേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫ്രീ കൺസൾട്ടേഷൻ ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. താഴെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളെ ടൈം ചൂസ് ചെയ്തിട്ട് ഞാനായിട്ടൊരു 1-to-1 കൺസൾട്ടേഷൻ ഒരു ½ an hour അത് ഫ്രീ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ക്ലയൻസിന് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം നേരുന്നു. ശരി, താങ്ക് യു.